ഹാപ്പി മോർണിംഗ്. ഞാൻ ബൈജു ഭാസ്കരൻ, അക്കൗണ്ടൻറ്റ് ആൻഡ് ടാക്സ് കൺസൾട്ടൻ്റാണ്. 20 വർഷത്തോളമായി ഏതാണ്ട് അക്കൗണ്ടിങ് ഫീൽഡിൽ, അതായത് കുറേ കാലം കുറേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏതാണ്ട് ഒരു 10 വർഷമായി സ്വന്തമായി അക്കൗണ്ടിങ്, ബിസിനസ് കൺസൾട്ടിങ്, ടാക്സ് കൺസൾട്ടിങ്ങെല്ലാം നടത്തിക്കൊണ്ടിരുന്നു. ഈ ഒരു പീരീഡിൽ ഒരു 20 വർഷത്തെ ഈ അക്കൗണ്ടൻ്റ് എന്നുള്ള ജീവിതത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെ പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിൽ ചില ബിസിനസ്സുകാർ നമുക്ക് ജീവിതത്തിൽ വിജയിച്ച്, അതായത് ജീവിതത്തിൽ സക്സസ് ആയ ചില ബിസിനസ്സുകാർ, അല്ലെങ്കിൽ അത്രത്തോളം സക്സസ് ഒന്നും അല്ലാത്ത ബിസിനസ്സുകാർ, ഇവരെ പറ്റിയിട്ട് ഒന്ന് വിലയിരുത്തുമ്പോൾ ആദ്യമായി എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ സെയിൽസ് ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പം അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് ഇത് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ചില ബിസിനസ്സുകാരെ ശ്രദ്ധിക്കുമ്പോൾ, വിജയിച്ച ബിസിനസ്സുകാരെ ശ്രദ്ധിക്കുമ്പോൾ അവരിൽ ചില ശീലങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതെന്ന് കരുതിയാൽ, ഞാൻ വർക്ക് ചെയ്ത അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എറണാകുളത്ത് കലൂരാണ്, നല്ലതാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ആ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാ സ്റ്റാഫിനായാലും അദ്ദേഹം സാധനം വാങ്ങിയ അവരുടെ വെൻഡേഴ്സിനായാലും, അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ടേഴ്സിനായാലും, ആർക്കായാലും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ വാക്ക് അദ്ദേഹം പാലിക്കും എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സുകാരനെ നമുക്ക് ഇദ്ദേഹത്തെ ഇപ്പം എ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കമ്മിറ്റ്മെൻറ്റാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5-ാം തീയതിയാണ് നമ്മുടെ സ്ഥാപനത്തിലെ സാലറി ഡേറ്റ് എങ്കിൽ, ഇത് 5-ാം തീയതി മോർണിംഗ് എല്ലാ സ്റ്റാഫിൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ആയിരിക്കും. അത് അദ്ദേഹം സ്റ്റാഫുമായി കൊടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റാണ്, സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്. ഇനി അദ്ദേഹം സപ്പോസ് ഞാനൊരു അക്കൗണ്ട്സിൻ്റെ ഹെഡ് ആയതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ അദ്ദേഹം 5-ാം തീയതി ഓഫീസിലില്ല, അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിൽ അദ്ദേഹം ഒരു 2-ാം തീയതി ആകുമ്പോൾ പറയും, ബൈജു ഇന്ന് ഞാൻ ഉണ്ടാവില്ല, ഞാൻ 5-ാം തീയതി ഉണ്ടാവില്ല, അപ്പോൾ ഒരു 3-ാം തീയതി വൈകുന്നേരം, ഞാൻ 4 or 5 ഇല്ലെങ്കിൽ 3-ാം തീയതി വൈകുന്നേരം എല്ലാ പേപ്പേഴ്സിലും സൈൻ ചെയ്ത് വെക്കണം, 5-ാം തീയതി മോർണിംഗ് ബാങ്കിൽ സാലറീൻ്റെ പേപ്പർ കൊടുത്തിരിക്കണം എന്നാണ്. അദ്ദേഹം ഇല്ലെങ്കിലും അതാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്. പിന്നെ ഇദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിച്ചത്, അദ്ദേഹം ഇപ്പോൾ ഒരു സാധനം വാങ്ങുന്നുണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സപ്ലയർക്ക് 30 ദിവസത്തിനുള്ളിൽ 30-ാമത്തെ ദിവസം അദ്ദേഹം പേയ്മെൻറ്റ് കൊടുത്തിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ സബ് കോൺട്രാക്ടേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം AC-ൻ്റെ കമ്പനി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ സബ് കോൺട്രാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സബ് കോൺട്രാക്ടർക്ക് അദ്ദേഹം എന്താണോ ദിവസം പറഞ്ഞത് അന്ന് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുത്തിരിക്കും. ഇപ്പം മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ അക്കൗണ്ട്സിലൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഈ സപ്ലയറും ക്രെഡിറ്റേഴ്സൊക്കെ അക്കൗണ്ടന്മാർ എപ്പോഴാണ് പേയ്മെൻറ്റ് എന്നൊക്കെ വിളിച്ച് ഇപ്പം നമ്മൾ അടുത്താഴ്ച ആവട്ടെ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ എല്ലാ സപ്ലയർക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ടേഴ്സൊക്കെ നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം നമ്മൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുത്തിരിക്കും. അവർ വീണ്ടും തിരിച്ച് വിളിച്ച് ചോദിക്കും എന്തെങ്കിലും വർക്ക് ഉണ്ടോ എന്നുള്ളത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ. ഈവൻ ക്രിസ്മസ്, ഓണം അങ്ങനെയുള്ളൊരു സെലിബ്രേഷൻസ് ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പം സപ്പോസ് ഡിസംബർ 25 ക്രിസ്മസ് ആണ്, ഇപ്പം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്ടറുടെ ഡ്യൂ ഡേറ്റ് ഡിസംബർ 30 ആണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു കരുതിയാൽ ഡിസംബർ 20 ആകുമ്പോഴേ, ഇപ്പം എറണാകുളത്താണ് നമ്മുടെ കമ്പനി, തിരുവനന്തപുരത്തുള്ളൊരു കോൺട്രാക്ടർ ആണെങ്കിൽ ആ 23-നോ 24-നോ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന വിധത്തിൽ ഇദ്ദേഹം പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിരിക്കും. അതായത് വിൻ സിറ്റുവേഷൻ. നമ്മുടെ സ്റ്റീവൻ ആർ കോവെ പറയുന്നത് പോലെ, ഞാനും ഹാപ്പി ആയിരിക്കണം, നിങ്ങളും ഹാപ്പി ആയിരിക്കണം, ഞാനും വിന്നാകണം, നിങ്ങളും വിന്നാകണം എന്നുള്ള. ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്. ഇപ്പം ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിട്ടിട്ട് വർഷങ്ങൾ, ഒരു 10 വർഷത്തിന് മുകളിലായി, ഇപ്പോഴും ആ ഒരു സ്ഥാപനം വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം. വളരെ റെയറാണ്, ഈവൻ എന്തിനു പറയുന്നു, ഒരു 20 വർഷത്തിന് മുകളിലൊക്കെ അവിടെ വർക്ക് ചെയ്ത് ഒരുപാട് സ്റ്റാഫും അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതാണ് ആ ഒരു ബിസിനസ്സുകാരൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. നമ്മൾ പറയുന്ന വാക്കിന്, അത് സ്റ്റാഫിനോടായാലും പുറത്തുള്ള നമ്മുടെ സപ്ലയറോടായാലും നമ്മുടെ കോൺട്രാക്ടറോടായാലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റോടായാലും നമ്മളുടെ കമ്മിറ്റ്മെൻറ്റുകൾ നന്നായി ചെയ്യുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സെയിൽസും വരും, നിങ്ങളുടെ P&L പ്രോഫിറ്റും കാണാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് വെറും സെയിൽസ് ട്രെയിനിങ് മാത്രം ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ. നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകൾ നമ്മൾ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സിനെ സംബന്ധിച്ച്. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻസ് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, ഇവരെ നമുക്ക് B എന്ന് വിളിക്കാം. ഇദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ്. ഏതാണ്ട് ഒരു 10-15 വർഷത്തിൻ്റെ മുകളിലായി. എന്നെ ഒരു GSTൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പോയി ക്ലാസ് എടുത്ത് ഒരു 3 ദിവസം ഞാൻ ക്ലാസ് എടുത്തു.
വളരെ ചെറിയ ഒരു എമൗണ്ടേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസമായി. പിന്നെ ഈ 15 വർഷത്തിന് മുകളിലായിട്ടും ഇദ്ദേഹത്തിന് ഒരു 5 സ്റ്റുഡൻസിൻ്റെ മുകളിൽ പോലും ചില ക്ലാസ്സിനൊന്നും അദ്ദേഹം കൊടുക്കുന്ന മെയിൻ കോഴ്സിൽ പോലും ഇല്ല. നമ്മൾ ആദ്യം തന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹത്തിന് ഇൻറ്റീരിയറും അതൊക്കെ കാണുമ്പോൾ ഒരുപാട് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായി അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്ഭുതം എന്ന് പറയാമെന്ന് വിചാരിക്കാം, അദ്ദേഹത്തിന് സ്റ്റുഡൻസ് വളരെ കുറവാണ്. ഒരു 4 മാസമായിട്ട് ഞാൻ എടുത്ത ക്ലാസ്സിൻ്റെ ഫീസ് പോലും ഇന്നേ വരെ തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിളിച്ചാൽ ഫോൺ എടുക്കൂല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. പിന്നെ അദ്ദേഹം 15 വർഷം, എനിക്ക് ആദ്യമൊക്കെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ആദ്യത്തെ ഡിസ്കഷനിലൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കുട്ടികളെ എങ്ങനെ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആക്കാം എന്നൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, പിന്നീട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. എനിക്ക് ഉറപ്പാണ് ഒരു 3-4 വർഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെയുള്ള ഫാക്കൽറ്റീസിനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോ ഒന്നും കറക്റ്റായിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവില്ല അല്ലേ. ഇനി അടുത്ത പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെന്ത് ചെയ്യും, പേയ്മെൻ്റ് ഒക്കെ കുറച്ച് കൂട്ടിയിട്ട് അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ടേ പോകുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റിനെയൊക്കെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഒരു വ്യക്തിൻ്റെ ഒരു പ്രശ്നം, അദ്ദേഹം കമ്മിറ്റ്മെൻറ്റ്സുകളില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 15 വർഷമായിട്ടും 18 വർഷമായിട്ടും വലിയ കുട്ടികളൊന്നും അവിടെ വരുന്നുമില്ല. ഇപ്പോഴും ലോൺ എടുത്തിട്ട് കമ്പനി റണ്ണ് ചെയ്യേണ്ടതിൻ്റെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സുകൾ അദ്ദേഹം ശരിയായി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ വളരെ മോശമാണ്. ഇപ്പം എന്നോട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ചോദിച്ചാൽ എങ്ങനെയുണ്ട്, പോണോ എന്ന് വെച്ചാൽ ഞാൻ പറയും നെഗറ്റീവേ പറയുള്ളൂ, പോണ്ട. കാരണം അദ്ദേഹത്തിന് മറ്റുള്ളവരോടൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഫാക്കൽറ്റീസിനെ പോലും കിട്ടാറില്ല. അതുകൊണ്ട് നല്ല ക്വാളിറ്റി നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താകും, ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ് ഡൗൺ ആകും എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ സിറ്റുവേഷൻ. മൂന്നാമത്തെ സിറ്റുവേഷൻ, കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് വീട്ടിലിരുന്നപ്പോൾ ഒരു ഈവനിങ് ആണ്, ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ വന്നപ്പോൾ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അവളെ നന്നായി റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിത്വമായതുകൊണ്ട് ഞാൻ കേട്ടു, നന്നായി ഒരു റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. പക്ഷെ ഞാൻ ചെയ്യാതൊരു വർക്കിന് വേണ്ടിയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അത് ലേബർ മാനേജ്മെൻറ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ലേബർ മാനേജ്മെൻറ്റ് ചെയ്യാറില്ല, ഞാൻ GST ഇൻകം ടാക്സ് അതിൻ്റെ ഒരു പിന്നെ അതാണ് ചെയ്യുന്നത്, ലേബർ മാനേജ്മെൻറ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലേബർ മാനേജ്മെൻറ്റ്, HR കൺസൾട്ടൻസി അല്ലെങ്കിൽ മാൻ പവർ അതൊക്കെ ചെയ്യുന്ന നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന 1-2 ആളുടെ പേര് റെഫർ ചെയ്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്ക് നമ്പർ ഉണ്ട്, പക്ഷെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇഷ്യൂസ് എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് ലേബർ മാനേജ്മെൻറ്റിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 3-4 അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് ആൻഡ് അഡ്മിൻ സീനിയർ സ്റ്റാഫ് അടക്കം ഒരുമിച്ച് റിസൈൻ ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ കാരണങ്ങൾ ചോദിച്ചു, എന്താണ് റിസൈൻ ചെയ്യാനുള്ള റീസൺ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്കറിയാം അവരെപ്പോഴും അവരുടെ ഭാഗമേ ന്യായീകരിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അങ്ങനെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തു. ഞാൻ മീറ്റിങ്ങിന് പോയി. 11 മണിക്കായിരുന്നു മീറ്റിംഗ് പറഞ്ഞത്. 10:15 ഭാഗ്യത്തിന് ഞാനൊരു 10:15 എത്തി. എൻ്റെ ഒരു ഇതാണ്, ഞാൻ ഏത് സമയത്ത് കുറച്ചും കൂടി ഒരു 10 മിനിറ്റെങ്കിലും മുമ്പിലെത്തുക എന്നുള്ളതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമായതുകൊണ്ട് 11 മണിക്കാലും 10:15, കാരണം ഞാൻ കാരണം ഒരാൾ ഇതാകാൻ പാടില്ല. എല്ലാവരുടെയും സമയത്തിന് നമ്മൾ വാല്യൂ കൊടുത്തിരിക്കണം. അപ്പോൾ ഞാനൊരു പിന്നെ 10:15 എത്തിയപ്പോൾ അദ്ദേഹത്തിന് സെക്യൂരിറ്റി വിളിച്ചപ്പോൾ അദ്ദേഹം ആ മീറ്റിങ്ങേ മറന്നുപോയി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വേറൊരു റൂട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അത് കുറച്ച് എത്തിയത് കൊണ്ട് എന്നെ കാണാൻ വേണ്ടി തിരിച്ച് അദ്ദേഹം വന്നു, സംസാരിച്ചു. പിന്നെ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് ഈ 4 സ്റ്റാഫും. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീടൊരു ദിവസം പിന്നെ GSTൻ്റെ റിട്ടേണിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞത് GST 1 കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കാണാം എന്ന് പറഞ്ഞ് ആ ഒരു മീറ്റിംഗ്, അതായത് ഒരു അവിടുത്തെ അക്കൗണ്ടിങ് ഒക്കെ ഒന്ന് നോക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞത്. റിട്ടേണൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ അതിൻ്റെ തലേന്ന്, അതായത് പോകുന്നതിൻ്റെ തലേന്നും ഇദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ ഓക്കെ അല്ലേ, ഞാൻ നാളെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ ഉണ്ടാകും, വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ കറക്റ്റ് 11 മണിക്ക് അവിടെ എത്തി. 11 മണിക്ക് എത്തിയപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ബിസിയാണ്, തിരിച്ചും വിളിക്കുന്നില്ല. 11:30 ആകുമ്പോൾ വിളിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മറന്നേ പോയി, കാരണം തലേന്ന് ഞാൻ വിളിച്ച് ഇദ്ദേഹത്തോട് പിന്നെ അപ്പോയിൻമെൻ്റ് എടുത്തതാണ്. പിന്നെ മുന്നിലത്തെ ഡേറ്റിലും പറഞ്ഞതായിരുന്നു, തലേന്നും വിളിച്ച് റീകൺഫേമും ചെയ്തതായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ മറന്നുപോയി, ഞാൻ ഇങ്ങോട്ട് സൈറ്റിലെത്തി, നമുക്ക് വേറൊരു ദിവസം കാണാം. പക്ഷെ എൻ്റെ ടൈം ഏതാണ്ട് ഒരു 4 മണിക്കൂർ ആണ് എൻ്റെത് വേസ്റ്റായത്. അപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി
അല്ലെങ്കിൽ എനിക്കൊന്ന് ചിന്തിച്ചു, വെറുതെ അല്ല ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളൊക്കെ ഇദ്ദേഹത്തിന് വിട്ടു പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാഫൊക്കെ 1.5 മാസം കൊണ്ടാണ് റിസൈൻ ചെയ്ത് പോയത്, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ സ്റ്റാഫും പിന്നെ ഒരു 2-3 മാസം കൊണ്ടാണ് റിസൈൻ ചെയ്ത് പോയത് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്സ്, അതായത് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഉറപ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റാഫും നിൽക്കാൻ ചാൻസ് വളരെ കുറവാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സുകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ബിസിനസ്സിൽ നമ്മൾ എത്ര സെയിൽസ് പിടിച്ചാലും നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഡെലിവർ ചെയ്യണമെങ്കിൽ നമ്മളുടെ കൂടെ ഒരുപാട് കാലം നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ സ്റ്റാഫൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സത്യം. സ്റ്റാഫായാലും പ്രൊഫഷണൽസ് ആയാലും ഇവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡെലിവറി സെയിൽസ് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ആ സെയിൽസ് ഉണ്ടാക്കുന്നതിലെല്ലാം ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ എവിടെയോ വായിച്ചതുപോലെ, എവിടെയോ കേട്ടതുപോലെ, നിങ്ങളുടെ എംപ്ലോയി നിങ്ങളുടെ സ്ഥാപനത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, അതായത് നിങ്ങളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയി നിങ്ങളുടെ സ്ഥാപനത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ സ്ഥാപനത്തെ സ്നേഹിക്കാൻ പറ്റില്ല. ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ എംപ്ലോയി നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളുടെ സ്ഥാപനത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ സ്ഥാപനത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ എറണാകുളത്തുള്ള പിന്നെ അത് കമ്പനിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ്റ്റാഫിന് കമ്പനിയോട് ഭയങ്കര കമ്മിറ്റഡ് ആണ്. എന്തുകൊണ്ടാണ്? ആ എംപ്ലോയർ എല്ലാം നോക്കുന്നുണ്ട്, അവരുടെ സാലറി നോക്കുന്നുണ്ട്, അവർക്ക് എന്താണ് അതൊക്കെ. ഈവൻ അദ്ദേഹത്തിൻ്റെ ഞാനൊരു സ്പെഷ്യാലിറ്റിയും കൂടി പറയാം. ഒരു 3 മാസം കഴിഞ്ഞാൽ സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അത് നോട്ട് ചെയ്തിട്ട് പറയും അടുത്ത മാസം മുതൽ നിനക്ക് സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ട് എന്നുള്ളത്. മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ ചോദിക്കും, സാറേ 3 മാസമായി എന്ന് പറഞ്ഞിരുന്നു സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാവും എന്നുള്ളതെന്ന്. എന്നാലേ അദ്ദേഹം നോക്കട്ടെ ഇന്ന് 3 മാസമായല്ലേ. ഇദ്ദേഹം അങ്ങനെയല്ല, ഇദ്ദേഹം തന്നെ നമ്മളോട് പറയും ഈ മാസം മുതൽ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ആ എംപ്ലോയിയെ സംബന്ധിച്ച് ആ സ്ഥാപനത്തെ സ്നേഹിച്ചു പോകും, കമ്മിറ്റഡ് ആയി പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഒരു ലോങ് റണ്ണിൽ നമുക്കൊരു നല്ല ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എംപ്ലോയിനെ, സ്റ്റാഫിനെ, നിങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബിസിനസ്സും ഒരുപാട് കാലം നന്നായിട്ട് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സർവീസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ താങ്ക് യു വെരി മച്ച്.